ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കണക്കുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഓഡിയോ ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ടല്ലോ, നീന കുറുപ്പിനെ ചീത്ത വിളിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തുവാണ് പറയാനുള്ളതെന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത്. അതിന് മറുപടി ആയിട്ടുണ്ടെങ്കിൽ ഇതേ കണക്കായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത്. തനിക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് നീനയ്ക്കെതിരെ ഒരു ദേഷ്യം തോന്നിയിരുന്നു, അത് അവിടെ തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് സംസാരിച്ചത്, അതല്ലാതെ വേറെ ഒന്നുമില്ല. അത് ബാക്കിയുള്ളവർക്ക് എന്തോ സംഭവം ഒന്ന് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കമ്മിറ്റിയുടെ കാര്യമാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമ്മിറ്റിക്കാർ തീരുമാനം എടുത്തോളും, അതല്ലാതെ ഞാൻ എന്തിനു ചെയ്തു, എന്താ കാര്യം, അതൊന്നും വിശദീകരിക്കേണ്ട കാര്യം പോലും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത് ഇവർ തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ് ഈ ഓഡിയോ ഇങ്ങനെ വെളിയിൽ വന്ന്. പിന്നെ ഇതേ കണക്കുള്ള ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അല്ലാതായതാണോ എന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ശരി, ഇതേ കണക്ക് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ട് അത് തനിക്ക് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആരുടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് അത്ര ശരിയായുള്ള കാര്യമല്ല. ഇപ്പോൾ ബാക്കിയുള്ളവർ ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് വന്ന് ലക്ഷ്മി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇതിലുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാമായിരുന്നു, അല്ലെങ്കിൽ എന്തോ സംഭവം എന്തെങ്കിലും വിവരിക്കായിരുന്നു, അതുപോലും ചെയ്തിട്ടില്ല.